മാംഗോ ഫ്രൂട്ടി സ്വീറ്റ് ആൻഡ് ജ്യൂസി അങ്ങനെയല്ല. അപ്പോൾ നമുക്ക് വേഗം ഒരു ഫ്രൂട്ടി ഉണ്ടാക്കിയാലോ. നല്ല പഴുത്ത മാങ്ങ എടുക്കുക. പക്ഷേ എൻ്റെ ഉണ്ടായിരുന്നത് പച്ചയായിരുന്നു കേട്ടോ. ഒരുപാട് പച്ചയല്ല, ചെറിയൊരു പുളിപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് എക്സ്ട്രാ പച്ചമാങ്ങ ആഡ് ചെയ്യേണ്ടി വന്നില്ല. നന്നായിട്ട് കഴുകിയിട്ട് അരിഞ്ഞ് കുറച്ച് പഞ്ചസാരയും ചേർത്ത് ഇതുപോലെ അതിൻ്റെ ഒപ്പരം വെള്ളം വെച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ അറിയാൻ പറ്റുമല്ലോ, ആ ഒരു പഴുപ്പ് ഇങ്ങനെ മാറി വരുന്നത് അറിയാൻ പറ്റും ഈ ഒരു ടെക്സ്ചർ. എന്നിട്ട് അതിനെ തണുക്കാൻ വെക്കുക. തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് കറക്കിയെടുക്കുക. നന്നായിട്ട് അരഞ്ഞു വരും അത്. ഇതുപോലെ ഒരു പാത്രത്തിലാക്കിയിട്ട് തണുക്കാൻ വെക്കുക. എന്നിട്ട് ഇത് അരച്ചെടുക്കുക. വേണമെങ്കിൽ ഇത് അരിച്ചെടുക്കാം. ഞാൻ പക്ഷേ അരിച്ചൊന്നും എടുത്തില്ല, പൾപ്പനയിൽ കിട്ടുന്നത് കൊണ്ട് പിന്നെ അങ്ങനെ ചെയ്തില്ല. എന്നിട്ട് അതിലേക്ക് ഇതുപോലെ ഒരു നാരങ്ങയുടെ പകുതി അതൊന്ന് പിഴിഞ്ഞൊഴിക്കുക. മധുരമൊക്കെ ആ സമയത്ത് നോക്കുക. എന്നിട്ട് ഇതുപോലെ ചെറിയ കുപ്പിയിലോ നിങ്ങളുടെ കയ്യിലുള്ള കുപ്പികളിലൊക്കെ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കുക. നല്ല ചൂടത്തുനിന്ന് തളർന്ന് വരുമ്പോണ്ടല്ലോ ഇത് അതുപോലെ എടുത്ത് കുടിക്കാൻ എന്താ ഒരു രസം.